അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ഗാനമേളയ്ക്ക് പോകണം. അതിവിടെ തൊട്ടടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമുണ്ട്. തൊടുപുഴയിലാണ്. അവിടെ ഒരു പള്ളി പെരുന്നാളിലാണ് ഈ ഗാനമേള വരുന്നത്. 3 ദിവസത്തെ പെരുന്നാളാണ്. അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 82 വർഷമായിട്ട് നടത്തുന്ന പെരുന്നാളാണ്. ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അവിടെ മഴ പെയ്തിരിക്കും. നമ്മൾ ചെല്ലുന്നത് പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമാണ്. മഴ പെയ്തത് ശനിയാഴ്ചയാണ്. ഗംഭീരമായ ഗാനമേളയൊക്കെ ആയിരുന്നു പാലാ സൂപ്പർ ബീച്ചിൻ്റെ. അങ്ങനെ വീട്ടിലെ കുറച്ച് തക്കിട തരികിട പരിപാടികളൊക്കെ ഒതുക്കിയതിന് ശേഷം കുളിച്ച് കുട്ടപ്പിയായിട്ട് നമ്മൾ തൊടുപുഴയിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 8 മണിക്ക് ശേഷമായിരിക്കും ഗാനമേള തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ തീരുന്നത് ഒരു 10:30 മണിയൊക്കെ ആവും. നമ്മൾ ഇറങ്ങാനായിട്ടൊരു 11 മണിയാവും. തിരിച്ചു വരുമ്പോഴത്തേനും 1 മണിയാവും. അപ്പോൾ ഇത്രയും സമയവും ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴിക്ക് ഉടുപ്പിയിൽ കയറി ഒരു ചായ കുടിച്ചു. വളരെ മോശം ചായ. അങ്ങനെ നമ്മൾ പരിപാടി സ്ഥലത്ത് എത്തി. അപ്പം നമ്മുടെ ഗാനമേളയ്ക്ക് മുൻപ് 1-2 കുട്ടികളുടെ പാട്ടും ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സിംഗേഴ്സിൻ്റെ അതിഗംഭീരമായ ഗാനമേളയൊക്കെ തുടങ്ങി. ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഒരു പുതിയ ഡ്രസ്സായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് അവരുടെ ഹാൻഡ് വർക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ മെഷർമെൻറ്റ് തന്നെ എടുത്ത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റും അതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളതുകൊണ്ട് വർക്ക് കറക്റ്റായിട്ട് വർക്ക് ഒരു സൈഡിലോട്ട് പോകുന്ന പോലെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.